തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തിന്റെ മധ്യസ്ഥതയിൽ തീവ്രവാദ ഭരണകൂടമുള്ള മറ്റൊരു രാജ്യവുമായി അമേരിക്ക ഉണ്ടാക്കുന്ന സമാധാന കരാറുകളൊന്നും ഒരു നടക്കി പോകില്ലെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുമായി സമാധാന കരാർ ഒപ്പിട്ട് വെറും 3 ആഴ്ച പിന്നിടുമ്പോഴേക്കും സ്വന്തം തനിനിറം പുറത്തെടുത്ത് ഇറാൻ വീണ്ടും വാണിജ്യ കപ്പലുകൾക്ക് നേരെ മിസൈൽ വർഷം തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയെ നോക്കുകുത്തിയാക്കി ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ഈ പുതിയ ആക്രമണം പശ്ചിമേഷ്യയെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. അമേരിക്കയുടെ ശക്തമായ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഒമാൻ തീരത്ത് കൂടി യാത്ര ചെയ്യുകയായിരുന്ന ഒരു എണ്ണക്കപ്പലിന് നേരെ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ആക്രമണമുണ്ടായത്. അജ്ഞാത വസ്തു വന്ന് പതിച്ചതിനെ തുടർന്ന് കപ്പലിന് തീപിടിച്ചു. ഒമാനിലെ ലിമയ്ക്ക് സമീപത്ത് വെച്ചാണ് കപ്പലിന്റെ ഇടതുഭാഗത്ത് ആക്രമണം നടന്നതെന്ന് ബ്രിട്ടീഷ് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ആളപായമോ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ തിങ്കളാഴ്ച രാത്രി വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന കുറഞ്ഞത് 2 മിസൈലുകളെങ്കിലും പ്രയോഗിച്ചതായി അമേരിക്കൻ ഇന്റലിജൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കപ്പലിനും മിസൈൽ ആക്രമണം ഏറ്റിട്ടുണ്ട്. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴാണ് ഇറാന്റെ വിശ്വാസവഞ്ചന എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാകുന്നത്. വെറും 3 ആഴ്ച മുൻപാണ് മേഖലയിലെ ശത്രുത അവസാനിപ്പിക്കുന്നതിനായി പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചത്. തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ജലപാതയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാമെന്ന് ഇറാൻ അമേരിക്കയ്ക്ക് ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ ആ കരാറിന് വെറും കടലാസിന്റെ വില പോലുമില്ലെന്നാണ് ഇറാൻ ഇപ്പോൾ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ലോകത്തിലെ 1/5 എണ്ണയും കടന്നുപോയിരുന്ന ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. അതിർത്തികൾക്കപ്പുറത്തുള്ള രാജ്യങ്ങൾക്ക് സൈനിക പ്രകടനം നടത്താനുള്ള വേദിയല്ല ഹോർമൂസ് കടലിടുക്കെന്നും ഇവിടുത്തെ സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇറാനാണെന്നും കഴിഞ്ഞ ആഴ്ച ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസം ഗരീബാബാദി അഹങ്കാരത്തോടെ പറഞ്ഞിരുന്നു. ഹോർമൂസ് കടലിടുക്ക് എന്നതൊരു അന്താരാഷ്ട്ര കടൽപാതയാണ്. അത് ഒരു രാജ്യത്തിന്റെയും തറവാട്ട് സ്വത്തല്ല. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷിതത്വം തങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് ഇറാൻ പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് ചോദിക്കാനുള്ളത് അവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നത് ആരാണ് എന്നാണ്. ഇറാൻ ഇതിനെ മാരിടൈം സർവീസ് ഫീസ് എന്നൊക്കെയുള്ള ഫ്രീക്ക് പേരിട്ട് വിളിച്ചാലും ഇത് ഗുണ്ടാപ്പിരിവ് അല്ലെങ്കിൽ ഹഫ്ത ആണെന്നതാണ് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യം. അത് ഇറാൻ ഒട്ടും നിഷേധിക്കുന്നുമില്ല. നിങ്ങൾ എന്ത് പേരിട്ട് വേണോ വിളിച്ചോ, ഞങ്ങൾ ഇവിടെ ടോൾ പിരിച്ചിരിക്കും എന്നാണ് ഇറാന്റെ നിലപാട്. ഇറാൻ വിദേശകാര്യ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ പുതിയ ആക്രമണം ഉണ്ടാകുന്നത്. കരാർ ലംഘിച്ച ഇറാന് നേരെ സൈനിക നീക്കത്തിലൂടെ തന്നെ കനത്ത തിരിച്ചടി നൽകാൻ അമേരിക്കൻ സൈന്യം ഇപ്പോൾ തയ്യാറെടുക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ലോകം മുഴുവൻ എണ്ണയ്ക്കായി ആശ്രയിക്കുന്ന ഒരു പ്രധാന പാതയിൽ വീണ്ടും ബോംബുകൾ വീഴുകയാണ്. അമേരിക്കയെ പോലുള്ള വൻ ശക്തികൾക്ക് പോലും തടയാൻ കഴിയാത്ത രീതിയിലാണ് പശ്ചിമേഷ്യ വീണ്ടും കത്തിയെരിയുന്നത്. വരാനിരിക്കുന്ന ഈ ഒരു വലിയ യുദ്ധ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഭൂമിക്കടിയിൽ പാചകവാതകം സംഭരിക്കാനുള്ള വമ്പൻ ഊർജ്ജ സുരക്ഷാ പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സർക്കാർ തുടക്കമിട്ടത്. ഇതിനു പുറമെ തന്നെ ഹോർമൂസ് ഇതര വഴികളിലൂടെയുള്ള 40-ലധികം രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. ലോകം മുഴുവൻ എണ്ണവില വർധനവിലും യുദ്ധഭീതിയിലും വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും ഇത്തരം യാതൊരു ആഗോള പ്രതിസന്ധികളും ഇന്ത്യക്കാരെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ആ ദീർഘവീക്ഷണമാണ് ഈ യുദ്ധവാർത്തകൾക്കിടയിലും ഭാരതത്തിന് വലിയൊരു ആശ്വാസമാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.